രാവിലെയോടെ തൃശൂർ വിയ്യൂരിലെ സരസ ജ്വല്ലറി വർക്ക്സിൽ എത്തിച്ചായിരുന്നു വേടനുമായി തെളിവെടുപ്പ്. വേടൻ ജ്വല്ലറിയിലെത്തി രൂപമാറ്റം ചെയ്ത പുലിപ്പല്ല് വാങ്ങി കൊണ്ടുപോയതായി ഉടമ സന്തോഷ് വനം വകുപ്പിന് മൊഴി നൽകി. ശംഖുകളിലും മറ്റും കല്ല് കെട്ടിക്കൊടുക്കാറുണ്ട്. അത് മറ്റാരോ വഴി അറിഞ്ഞാണ് വേടൻ തന്നെ സമീപിച്ചത്. വേടനുമായി മറ്റ് മുൻപരിചയങ്ങളില്ല എന്നും ജ്വല്ലറി ഉടമ സന്തോഷ് വ്യക്തമാക്കി. വേറൊരു കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ്, പിന്നെ ആരുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ളതാണ്. പരിചയമൊന്നുമില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആള് ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ആളാണെന്ന് മനസ്സിലായത്. ജ്വല്ലറിയിലെ തെളിവെടുപ്പിന് പിന്നാലെ വനംവകുപ്പ് തിരിച്ചത് വേടന്റെ വീട്ടിലേക്ക്. വീടിനുള്ളിൽ വനംവകുപ്പ് സംഘം പരിശോധന നടത്തി. ഒന്നും കണ്ടെത്താനായില്ല. വേടനുമായി വനംവകുപ്പ് സംഘം തിരികെ മടങ്ങുമ്പോൾ സ്നേഹം ചാലിച്ച നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയായി. നായക്കുട്ടിയെ സുഹൃത്തിന് കൈമാറി വേടൻ ഫോറസ്റ്റ് വാഹനത്തിലേക്ക് നടന്നു നീങ്ങി. വീട്ടുകാരെ മറ്റൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുതേ എന്ന അപേക്ഷ. പിന്നാലെ വനംവകുപ്പ് സംഘം വേടനുമായി കോടനാട്ടേക്ക് തിരിച്ചു. വേടന്റെ വരികളും പാട്ടുകളും നമുക്ക് ഇഷ്ടമാണ്. വേടന്റെ രാഷ്ട്രീയ ആശയങ്ങളും നിലപാടുകളും ഈ സമൂഹത്തിൻ്റെത് കൂടിയാണ്. തെറ്റുതിരുത്തി മുന്നോട്ട് വരാനുള്ള അവസരമാണ് വേടനുണ്ടാകേണ്ടത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.